മക്കളെ അതാ നോക്കിയ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടർ 2 sec inverse 2 plus sin inverse 1/2. അത് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമുക്ക് IMCTന്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 2025 റിലീസ് ചെയ്തിട്ടുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. അതാ നോക്കിയ 2 sec inverse of 2 plus sin inverse of 1/2. ഈ സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തിട്ടുണ്ട് എൻസൈറ്റിൽ സോൾവ് ചെയ്തിട്ടുണ്ട്, സെയിം ക്വസ്റ്റ്യൻസ്. സോ sec 2 into sec inverse 2, നമുക്ക് സീക്കിന്റെ വാല്യൂ അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ എന്തോ ആലോചിച്ചാൽ മതി, കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് ആലോചിച്ചാൽ മതി. സീക്ക് ഇൻവേഴ്സ് 2 ആണെങ്കിൽ കോസ് ഇൻവേഴ്സ് എന്താ ആലോചിച്ചാൽ മതി, 1/2 ആലോചിച്ചാൽ മതി. ഓക്കെ, സോ ആ പ്രോപ്പർട്ടിയും കൂടെ ഓർത്ത് വെച്ചോണേ. സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, കോസ് ഇൻവേഴ്സ് 1/x. അതുപോലെ ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വിളിക്കാം നമുക്ക്, കോട്ട് ഇൻവേഴ്സ് ഓഫ് 1/x എന്ന് വിളിക്കാം. അതായത് അതിന്റെ കോ ഫംഗ്ഷൻ എഴുതുവാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, 1/x എന്നാക്കി കൊടുത്താൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ, സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/sin എന്ന് പറഞ്ഞാൽ എന്താ, കൊസീക്ക അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, കോഫംഗ്ഷൻ അല്ല, പറഞ്ഞത് ഒരു മിസ്റ്റേക്ക് പറ്റിയ, കോഫംഗ്ഷൻ അല്ല, റെസിപ്രോക്കൽ ഫംഗ്ഷൻ ഏതാണോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, സൈന്റെ റെസിപ്രോക്കൽ എന്താ, കൊസീക്ക് അല്ലേ. സോ കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 1/x എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ടാന്റെ റെസിപ്രോക്കൽ എന്ത് തന്നെയാണ്, കോട്ട് തന്നെയാണ്. സോ ടാൻ ഇൻവേഴ്സ് എക്സിനെ കോട്ട് ഇൻവേഴ്സ് 1/x എന്ന് എഴുതാം. ഇനി തിരിച്ചു എഴുതാം, കോട്ട് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ എന്ത് എഴുതാം, ടാൻ ഇൻവേഴ്സ് 1/x എന്ന് എഴുതാം. അതുപോലെ ഇവിടെയും തിരിച്ചെഴുതാം, കോസ് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ എന്താ, അതിന് സീക്ക് ഇൻവേഴ്സ് 1/x എന്ന് എഴുതാം. ഓക്കെ, തിരിച്ചും മറിച്ചും എഴുതാം. ഓക്കെ. സോ അതേപോലെ കോസ് ഇൻവേഴ്സ് ആണെങ്കിൽ സീക്ക് ആണെങ്കിൽ കോസ്, ടാൻ ആണെങ്കിൽ കോട്ട് എന്ന് എഴുതാം, സൈൻ ആണെങ്കിൽ കൊസീക്ക് എന്ന് എഴുതാം. ഓക്കെ ഇത് തിരിച്ചു എഴുതാം കേട്ടോ, തിരിച്ചു എഴുതാം. അതായത് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, സൈൻ ഇൻവേഴ്സ് 1/x എന്ന് എഴുതാം. അങ്ങനെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാം. ഓക്കെ, ഓർത്ത് വെച്ചേക്കാം. അപ്പൊ സീക്ക് ഇൻവേഴ്സ് ഓഫ് 2 സീക്ക് ഇൻവേഴ്സ് ഓഫ് 2 അറിഞ്ഞുകൂടെങ്കിൽ ആലോചിക്കുക, കോസ് ഇൻവേഴ്സ് ഓഫ് എന്താ, സീക്ക് എന്ന് പറഞ്ഞാൽ 1/cos അല്ലേ. സോ കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 എന്നും ആലോചിക്കാം. കോസിന്റെ ഏത് വാല്യൂവിനാണ് 1/2 കിട്ടുന്നത് നമുക്കറിയാം, അത് കോസ് 60 അല്ലെ, അല്ലെങ്കിൽ കോസ് π/3 പ്ലസ് അടുത്ത സൈൻ ഇൻവേഴ്സ് 1/2. സൈന്റെ ഏത് വാല്യൂവിനാണ് 1/2 കിട്ടുന്നത്, സൈന്റെ വാല്യൂ π/6 1/2 കിട്ടുന്നത്, സൈൻ 30 അല്ലെങ്കിൽ π/6. അങ്ങനെയാണെങ്കിൽ 6 ആയിരുന്നെങ്കിൽ ഈസി ആയിട്ട് ആഡ് ചെയ്യായിരുന്നു അല്ലയോ. സോ 2 കൊണ്ട് ഞാൻ മുകളിലും താഴെയും എന്ത് ചെയ്യാൻ പോവാം, മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. സോ മുകളിൽ 4π പ്ലസ് π എന്തായി, 5π ഡിവൈഡ് ബൈ താഴെ എന്തായി, 3 into 6 ഇത് 6. സോ 5π/6. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓക്കെ. സോ ഈ ഒരു സെക്ഷൻ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ കണ്ടല്ലേ, നമുക്ക് ഈ പറയുന്നത് പോലെ VIT ആയാലും NDA ആയാലും IMCT ആയാലും ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും സാമ്പിൾ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ഈ ഒരു സെക്ഷൻ ഇവിടെ കവർ ചെയ്ത്. സോ ഹാപ്പി ലേണിംഗ്, ബൈ.